الحمد لله الذي أحل لعباده الخيرات والطيبات وحرم عليهم الخبائث والمخدرات، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين، أما بعد. أيها الناس، أوصيكم عباد الله أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ 5 കാര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ദീനിനെ നേരിട്ട് ബാധിക്കുന്ന, മനുഷ്യൻ്റെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന, മനുഷ്യൻ്റെ ബുദ്ധിയെ നേരിട്ട് ബാധിക്കുന്ന, മനുഷ്യൻ്റെ സമ്പത്തിനെ നേരിട്ട് ബാധിക്കുന്ന, മനുഷ്യൻ്റെ അഭിമാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ 5 കാര്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. തൻ്റെ സമ്പത്തിനെ അത് നശിപ്പിക്കുന്നു, തൻ്റെ ബുദ്ധിയെ അത് നശിപ്പിക്കുന്നു, അതേപോലെ തന്നെ തൻ്റെ അഭിമാനത്തിനത് ക്ഷതം വരുത്തുന്നു, അതേപോലെ തന്നെ തൻ്റെ ശരീരത്തിനെ അത് നശിപ്പിക്കുന്നു, ഒരു വേള തൻ്റെ മതത്തെ വരെ അത് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന മഹാവിഷമാണ് ലഹരി എന്ന് പറയുന്നത്. അകപ്പെടുകയാണ് എങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും പിന്നെ ആ മനുഷ്യൻ എത്തിപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെയും തൻ്റെ ബുദ്ധിയെയും തൻ്റെ അഭിമാനത്തെയും എല്ലാം നശിപ്പിക്കുന്ന ഇത്തരം വിപത്തുകളിൽ നിന്ന് കൃത്യമായി മാറി നിൽക്കണമെന്നും അത്തരം കാര്യങ്ങൾ വല്ലവനും ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു അവനൊരുക്കി വച്ചിരിക്കുന്നത് നരകമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന്, നശിപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ കാന ബികും റഹീമാ, അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമാ, അതിക്രമമായും അന്യായമായും ഇനി വല്ലവനും അത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അത് ചെയ്യുകയാണ് എങ്കിൽ ഫസൗഫ നുസ്ലിഹി നാറാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് കരിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത് ഉപയോഗിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പ്രിയമുള്ളവരെ, അതിനാരെങ്കിലും അടിമപ്പെടുന്നുണ്ട് എങ്കിൽ, അത് തൻ്റെ ജീവിതത്തിൽ അതൊരാസ്വാദനമായി തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ, അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ നരകത്തിൽ അവനതുമായിട്ടുള്ള ജീവിതമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരാൾ വിഷം കഴിച്ച് സ്വന്തത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ വിഷം കുടിച്ച് എന്നേക്കുമായി നരകത്തിൽ കഴിച്ചുകൂട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സ്വന്തത്തിന് ഉപയോഗിക്കേണ്ട സമ്പത്ത്, അതേപോലെ തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമ്പത്ത്, തൻ്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സമ്പത്ത്, അത് സ്വന്തത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, സ്വന്തത്തെ തരം താഴ്ത്തുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടി വിനിയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സമ്പത്തിനെ കുറിച്ച് നാളെ പാരത്രിക ലോകത്ത് ചോദ്യമുണ്ട്. നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. നാളെ ഒരു മനുഷ്യൻ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. എന്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ ആയുസ് അത് നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അതേപോലെ തന്നെ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു
വഫീമ അൻഫഖഹു, നിന്റെ സമ്പത്ത് അതെവിടുന്ന് നീ നേടിയെന്നും എവിടെ ചെലവഴിച്ചു എന്നും നിന്റെ പോക്കറ്റിലേക്ക് വരുന്ന ഓരോ ദിർഹമിനും റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ ദിർഹമിനും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ജിസ്മിഹി ഫീമ അബ്ല, നിന്റെ ശരീരം അത് നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന്, നിന്റെ ആരോഗ്യം നീ എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു എന്ന് റബ്ബിന്റെ ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ആ ചോദ്യത്തിന് അക്കമിട്ടു മറുപടി പറയാതെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ലെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് റബ്ബിഷ്ടപ്പെടാത്തതിന് ചെലവഴിക്കുന്നില്ലെന്നും നമ്മുടെ ആരോഗ്യം റബ്ബിഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ച് നശിപ്പിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വെളിച്ചമാണ്. ആ വെളിച്ചം അത് നശിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഹസനുൽ ബസ്രി റഹിമഹുല്ല അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു വാചകമുണ്ട്, ലൗ കാനൽ അഖ്ലു യുശ്തറ ലതഗാല നാസു ഫീ സമനിഹി, ബുദ്ധിയെങ്ങാനം പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നുവെങ്കിൽ ജനങ്ങൾ വലിയ വില കൊടുത്തിട്ട് അത് വാങ്ങുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഫൽ അജബു ലിമൻ യശ്തരി ബിമാലിഹി മാ യുഫ്സിദുഹു, എന്നാൽ സ്വന്തം ബുദ്ധി അത് പണം കൊടുത്തുകൊണ്ട് നശിപ്പിക്കുന്ന ആളുകളുടെ കാര്യം അതെത്ര അത്ഭുതകരമാണ് എന്ന്. സ്വന്തം ബുദ്ധിയെ നശിപ്പിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പണം വിനിയോഗിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയെ നശിപ്പിക്കുന്ന ആളുകൾ അതെത്രമാത്രം വിഡ്ഢിത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ശേഷി അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പക്വമായ ഒരു തീരുമാനത്തിലേക്കെത്താൻ അത്തരം ലഹരികൾക്ക് അടിമപ്പെടുന്ന ആളുകൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ ഇല്ലാ മാ ഉശ്രിബ ബിൻ ഹവാ, സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെടുക എന്നല്ലാതെ നന്മകളോ തിന്മകളോ വേർതിരിച്ച് അറിയാൻ പോലും ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് സാധ്യമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അത്തരം ലഹരികൾക്ക് അടിമപ്പെടുന്ന ആളുകൾ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് വെക്കുന്നത്. തൻ്റെ കുടുംബത്തെ അവൻ വഴിയാധാരമാക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ശത്രുതയും വിദ്വേഷവും അവൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുന്നു. ഇതു തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ലഹരിയിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നതും. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാം. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 91-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നമാ യുരീദു ശൈത്താൻ, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാം, നമസ്കാരത്തിൽ നിന്നും റബ്ബിനെ ഓർക്കുന്നതിൽ നിന്നും തടയുവാനുമാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാളും തൻ്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയില്ല. ബുദ്ധിയുള്ള ഒരാളും തൻ്റെ സമ്പത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല. ബുദ്ധിയുള്ള ഒരാളും തൻ്റെ മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയില്ല. ബുദ്ധിയുള്ള ഒരാളും തൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീര് കാണാൻ വേണ്ടി ശ്രമിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഊൽ, താൻ സംരക്ഷിക്കേണ്ടവരെ ഒഴിവാക്കുക എന്നത് തന്നെ മതി ഒരാൾ കുറ്റക്കാരനായി മാറാൻ എന്നുള്ളത് നമ്മളെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നിൻ്റെ കാലഘട്ടത്തിലെ ലഹരിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ദിനം പ്രതി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലാകുന്നത്, എത്ര ക്യാമ്പസുകളിലാണ് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ ഇത് എത്രമാത്രം ബാധിച്ചു എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 10 മുതൽ 24 വയസ്സുവരെയുള്ളവരിൽ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. പെൺമക്കളിലാണ് ഇതിൻ്റെ ഉപയോഗം അനുദിനം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതുപയോഗിക്കുന്നവരോട്, ഇതുപയോഗിക്കുന്ന ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ട് എങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് 3 കാര്യങ്ങൾ. നീ ഇതിനടിമപ്പെടുകയാണ് എങ്കിൽ 3-1 നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഒന്നില്ലെങ്കിൽ നീ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടും ഈ ലഹരി ഉപയോഗത്തിലൂടെ
ചെയ്തുകൂടെ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടുകൊണ്ട് നീ അകത്താകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾക്ക് അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. ഏതേതു മക്കളും അവിടെ നിന്ന് ജയിലിൽ കടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ തൻ്റെ മാതാവിനെ കൊന്നതിൻ്റെ പേരിലാണ്, തൻ്റെ പിതാവിനെ, തൻ്റെ സഹപാഠിയെ, അതല്ലെങ്കിൽ തൻ്റെ ഉടപ്പിറപ്പിങ്ങളെ കൊന്നതിൻ്റെ പേരിലാണ്. അതിൻ്റെ പിന്നിൽ എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അതൊക്കെ ലഹരിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഭ്രാന്ത് ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, ഇത് ഉപയോഗിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഭ്രാന്തനായി മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾക്കുള്ള ഡി അഡിക്ഷൻ സെന്ററുകളും അതേപോലെ തന്നെ അത്തരം ആളുകൾക്കുള്ള പ്രത്യേക ഹോസ്പിറ്റലുകളും പോയി കാണേണ്ടതുണ്ട്. ഇത്തരം ഉപയോഗിക്കുന്ന ആളുകളെ പരിചയമുണ്ട് എങ്കിൽ കൈപിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇതിൻ്റെ തിക്തഫലം ഇതായിരിക്കുമെന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. തലച്ചോറും ശരീരവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന വലിയ മഹാമാരിയാണ് ലഹരി, ഇന്നത്തെ കാലഘട്ടത്തിലെ ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഹരിയും ജീവിതവും ഒരിക്കലും ഒരുമിക്കുകയില്ല. ലഹരിയുണ്ടോ അവന് ജീവിതമില്ല, ജീവിതമുണ്ടോ അവൻ ലഹരിയിൽ നിന്ന് മുക്തമായിരിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് ഉപയോഗിക്കണമെന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ ലഹരിക്ക് അടിമപ്പെടാൻ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. അത് പിന്നെ കിട്ടാത്ത പ്രാളത്തിലാകുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളർന്നു വരുന്ന ആ സമൂഹത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ജാഗ്രത പുലർത്താനുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള അകലം അത് കുറക്കാൻ നമ്മൾ ബോധപൂർവം പണിയെടുത്തേ മതിയാകൂ. അവരുമായിട്ടുള്ള നല്ലൊരു ആത്മബന്ധം നമ്മൾ സൃഷ്ടിച്ചേ മതിയാവൂ. കുട്ടികൾക്ക് വീടുകളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഒരുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് കൃത്യമായ വിവരം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അർറജുലു അലാ ദീനി ഖലീലിഹി, ഓരോരുത്തരും അവനവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അതുകൊണ്ട് എൻ്റെ മകൻ്റെ കൂട്ടുകാരനാരാണ്, കൂട്ടുകാരി ആരാണ്, ആരോടാണ് ബന്ധമെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവരുടെ പെരുമാറ്റ രീതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒഴിവ് സമയം അവർക്കുണ്ടാകുമ്പോൾ അത് കൃത്യമായി നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ ബോധപൂർവം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുമലിലെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ. എല്ലാത്തിനും അടിമപ്പെട്ട് ഒരു ചികിത്സക്ക് പോയിട്ട് അവിടെ ഒരുപാട് കണ്ണീര് കുടിക്കുന്നതിനേക്കാൾ നല്ലത്, പ്രിയമുള്ളവരെ, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്, മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ കുട്ടിയുടെ പഠനത്തിനുള്ള പോക്കും വരവും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവരുടെ വിഷയത്തിൽ കൃത്യമായ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഈ മഹാമാരിയെ തുരത്തുന്നതിനു വേണ്ടി നമ്മുടെ ഭാഗത്ത് ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഹരിക്കെതിരെയുള്ള പ്രതിരോധമെന്നുള്ളത്, പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഭരണാധികാരികളുടെയോ അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടമായ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഏതെല്ലാം വിഷയത്തിൽ അതുമായി സഹകരിക്കാൻ കഴിയുമോ അവിടെ നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടതുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഓരോരുത്തരും അവരവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവരുടെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം നമുക്കാണ്. അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരിയാണ് എങ്കിൽ അതിലെ കീഴിലുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് നാളെ ചോദ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃത്യമായ അവബോധം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. ഈ നാട് അതിനുവേണ്ടി സജ്ജമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രത്യേക
പ്രത്യേക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതുമായി പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും ശക്തമായ ലഹരിക്കെതിരെയുള്ള ആഞ്ഞടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും നമ്മൾ സജീവമായി ഇടപെടേണ്ടതുണ്ട്. അടുത്ത ഒരു തലമുറയെ ഏറ്റവും നല്ല തലമുറയായി വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടി നാളെ ഒരു ഡോക്ടറായി വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയെ നോക്കുന്ന സാഹചര്യം എന്തായിരിക്കും? അവനൊരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുന്നതിൻ്റെ എഞ്ചിനീയറായി മാറുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം എത്രയായിരിക്കും? സമൂഹത്തിൻ്റെ ഉന്നതിയിൽ അവൻ എത്തിപ്പെടുമ്പോൾ അവനെ കൊണ്ട് എന്തു നേട്ടമാണ് ഈ സമൂഹത്തിനുണ്ടാവുക? അതുകൊണ്ട് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് മനസ്സിലാക്കി കൂട്ടമായി കൊണ്ട് ഈ ലഹരിക്കെതിരെ പടപൊരുതുന്നതിനു വേണ്ടി, ഈ ലഹരിക്കെതിരെ രംഗത്തിറങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇനിയൊരു കോടതി മുറികളും അവർക്ക് വേണ്ടി വാദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. എത്ര പണം തന്നാലും ശരി, ഒരു ലഹരിക്കടിമപ്പെട്ടവന് വേണ്ടി ഞാൻ വാദിക്കില്ലെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ തീരുമാനമെടുക്കാൻ കഴിയേണ്ടതുണ്ട്. എവിടെ കണ്ടാലും ശരി, അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ അറിയിക്കുമെന്നുള്ള കൃത്യമായ പ്രതിജ്ഞയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അടിമപ്പെട്ട ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കേവലം തൊലിപ്പുറത്തുള്ള ഉപദേശങ്ങൾക്കപ്പുറം പ്രിയമുള്ളവരെ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയുള്ള റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം മദ്യത്തിലും അതേപോലെ തന്നെ ലഹരിയിലും അടിമപ്പെട്ട ഒരു സമൂഹമുണ്ടായിരുന്നു അങ്ങ് 1400 വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തു. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമമായ സമൂഹമെന്ന് പറയുമാറ് ആ സമൂഹത്തെ മാറ്റിയെടുത്തു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ വന്ന് നിങ്ങളുടെ കരളിന് രോഗം ബാധിക്കുമെന്നും നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ആകുമെന്നുള്ള ഉപദേശമല്ല നൽകിയത്. കൃത്യമായി പ്രമാണങ്ങൾ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ, പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുത്തപ്പോൾ അവർ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ആ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതേ ഒരു പരിവർത്തനമാണ് ശാശ്വതമായ പരിഹാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനെ കുറിച്ചുള്ള ബോധം ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഇത്തരം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. ഇതിനടിമപ്പെട്ടാൽ ഉണ്ടാകുന്ന ശിക്ഷാ നിയമങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിനടിമപ്പെടുന്നതിലൂടെ തൻ്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതിന് കൃത്യമായി അടിമപ്പെടുന്ന ആളുകളാണ് എങ്കിൽ 40 ദിവസത്തെ നമസ്കാരം നിന്നിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ലെന്ന കൃത്യമായ ബോധ്യം അവരെ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ടുള്ള റബ്ബിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ദീനിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിലൂടെയാണ് പൂർണ്ണമായി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, എല്ലാവിധ മാരകമായ ലഹരിയിൽ നിന്നും, എല്ലാവിധ ലഹരിയിൽ നിന്നും പൂർണ്ണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും നീ സംരക്ഷിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. അല്ലാഹുമ്മ وفق رئيس الدولة ونوابه وحكام الإمارات لما تحبه وترضاه. اللهم احفظ دولة الإمارات آمنا مطمئنا وسائر بلاد المسلمين. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم. واقم الصلاة.